ഒന്നര പതിറ്റാണ്ടോളമായി ആഭ്യന്തര യുദ്ധത്തിലും രാഷ്ട്രീയ അസ്ഥിരതയിലും ഉലയുന്ന ലിബിയയെ ഒന്നിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന തന്ത്രപരമായ നീക്കമാണ് ഓയിൽ ഫോർ യൂണിറ്റി അഥവാ ഐക്യത്തിനു വേണ്ടി എണ്ണ എന്ന പദ്ധതി. ലളിതമായി പറഞ്ഞാൽ ലിബിയയ്ക്കുള്ളിൽ തന്നെയുള്ള രണ്ട് ഭരണകൂടങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ച് ഒന്നിച്ചൊരു സർക്കാർ രൂപീകരിക്കുക. പകരം ലിബിയയിലെ എണ്ണപ്പാടങ്ങളിൽ അമേരിക്കൻ കമ്പനികളുടെ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം. ഇതാണ് ട്രംപിന്റെ ഓഫർ. ഈ ഓഫറിന് പിന്നിലെ അമേരിക്കൻ താല്പര്യങ്ങളെ കുറിച്ച് അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2011 നാറ്റോ ഇടപെടലിലൂടെ ലിബിയൻ ഭരണാധികാരി മുഅമ്മർ ഗദ്ദാഫി കൊല്ലപ്പെട്ടതിനു ശേഷം ആ രാജ്യം പൂർണ്ണമായും തകർന്നു പോയിരുന്നു. ഇന്ന് ലിബിയ പ്രധാനമായും രണ്ടായി വിഭജിക്കപ്പെട്ട അവസ്ഥയിലാണ്. പടിഞ്ഞാറൻ ഭാഗത്ത് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമുള്ള ട്രിപ്പോളി കേന്ദ്രീകരിച്ചുള്ള അബ്ദുൽ ഹമീദ് ദുബൈബയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും, മറുവശത്ത് കിഴക്കൻ ഭാഗത്ത് വൻ സൈനിക ശക്തിയുള്ള ജനറൽ ഖലീഫ ഹഫ്താറിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും. ഇതിൽ രസകരമായ കാര്യം, ലിബിയയുടെ ഔദ്യോഗിക ബാങ്കും അന്താരാഷ്ട്ര അംഗീകാരവും പടിഞ്ഞാറൻ സർക്കാരിനാണെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങളും തുറമുഖങ്ങളും നിയന്ത്രിക്കുന്നത് കിഴക്കൻ സൈന്യമാണ്. അതുകൊണ്ട് തന്നെ ഇരുപക്ഷവും ഒന്നിക്കാതെ ലിബിയയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് US ഈ നീക്കവുമായി വരുന്നത്. ട്രംപിന്റെ അറബ് ആഫ്രിക്കൻ കാര്യങ്ങൾക്കായുള്ള പ്രത്യേക ഉപദേശകൻ മസദ് ബൗലോസ് ആണ് ഈ ചർച്ചകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പടിഞ്ഞാറൻ നേതാവ് ദുബൈബ സർക്കാർ തലവനായി തുടരും. അതേസമയം കിഴക്കൻ സേനാ മേധാവി ഖലീഫ ഹഫ്താറിന്റെ മകനായ സദ്ദാം ഹഫ്താർ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആകും. ഇതൊരു 36 മാസത്തെ താൽക്കാലിക അധികാര പങ്കാളിത്ത കരാറായിരിക്കും. എന്തുകൊണ്ടാണ് അമേരിക്ക ഇതിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്? കാരണം വളരെ വ്യക്തമാണ്. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ എണ്ണശേഖരമുള്ള രാജ്യങ്ങളിലൊന്നാണ് ലിബിയ. നിലവിലെ ഇറാൻ-ഇസ്രായേൽ യുദ്ധ പശ്ചാത്തലത്തിലും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധികൾക്കിടയിലും യൂറോപ്പിന് തടസ്സമില്ലാതെ എണ്ണ എത്തിക്കാൻ ലിബിയയിലെ സമാധാനം അനിവാര്യമാണ്. കൂടാതെ റഷ്യയ്ക്ക് ലിബിയയിലുള്ള സ്വാധീനം കുറയ്ക്കുക എന്നതും അമേരിക്കയുടെ ലക്ഷ്യമാണ്. ഈ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ചില നിർണായക പുരോഗതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആദ്യമായി ലിബിയയിലെ ഇരു വിഭാഗങ്ങളും ചേർന്ന് 2026 ഏപ്രിലിൽ ഒരു ഏകീകൃത ദേശീയ ബജറ്റ് പാസാക്കി. ഇത് വലിയൊരു ചുവടുവെപ്പാണ്. കൂടാതെ ഈ ചർച്ചകളിൽ ഇപ്പോൾ പാകിസ്ഥാനും ഒരു പങ്കാളിയായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. പാക് സൈനിക മേധാവി അസിം മുനീർ കിഴക്കൻ ലിബിയൻ പ്രതിനിധി സദ്ദാം ഹഫ്താറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ സദ്ദാം വാഷിംഗ്ടണിലെത്തി US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായും ചർച്ച നടത്തി. എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കിഴക്കൻ സേനയുമായി അധികാരം പങ്കിടുന്നതിൽ പടിഞ്ഞാറൻ ലിബിയയിലെ ജനങ്ങൾക്കും നേതാക്കൾക്കും കടുത്ത എതിർപ്പുണ്ട്. ഇത് വീണ്ടും ഒരു സൈനിക അട്ടിമറിക്ക് കാരണമാകുമോ എന്ന ഭയം അവർക്കുണ്ട്. എണ്ണയ്ക്ക് വേണ്ടി അമേരിക്ക കൊണ്ടുവരുന്ന ഈ സഖ്യം ലിബിയയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുമോ, അതോ പഴയതുപോലെ അധികാരം കുടുംബവാഴ്ചയിലേക്ക് മാറാൻ കാരണമാകുമോ എന്നാണ് ലിബിയൻ ജനത ഉറ്റുനോക്കുന്നത്.